അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക്ഡ്രോപ്പിൽ വേണം നമ്മൾ ഈ മന്ത്രിമാരാരും തന്നെ 13 നമ്പർ കാറെടുക്കാത്ത വിഷയത്തെ സമീപിക്കുന്നത്. ഇപ്പോൾ LDF സർക്കാരിലിരിക്കുമ്പോൾ ചില മന്ത്രിമാർ അവർ പുരോഗമന ചിന്താധികാരികളാണ്, അന്ധവിശ്വാസികളല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് 13 നമ്പർ ചോദിച്ചു വാങ്ങിച്ചു. നമ്മുടെ തോമസ് ഐസക്ക് 13 നമ്പർ സ്റ്റേറ്റുകാർ ചോദിച്ചു വാങ്ങിച്ച ആളാണ്. അതിനുശേഷം ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഇത് തന്നെ സംഭവിച്ചു. CPI-കാരനായ മന്ത്രി P. പ്രസാദ് 13 നമ്പർ കാർ ചോദിച്ചു വാങ്ങിച്ചു. അദ്ദേഹം 5 കൊല്ലവും ആ കാറിൽ തന്നെ യാത്ര ചെയ്യിച്ചു. യാതൊരു അപകടവും സംഭവിച്ചില്ല. വഴിയാത്രക്കാർക്കും കുഴപ്പമുണ്ടായില്ല, പ്രസാദിനും കുഴപ്പമുണ്ടായില്ല, ഡ്രൈവർക്കും കുഴപ്പമുണ്ടായില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ ഇത്രയുള്ളൂ 13 എന്ന് നമുക്കറിയാം. പക്ഷേ ഈ സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിലെ മന്ത്രിമാരും മിക്കവരും തന്നെ അന്ധവിശ്വാസികളാണ്. അവർക്ക് ആർക്കും തന്നെ ഈ 13 വിശ്വാസമില്ല. 13 നമ്പറിൽ താമസിച്ചാൽ ഭാര്യയ്ക്കും പിള്ളേർക്കും ആരും ഇല്ലാതായി പോകും എന്ന ഒരു ഭയം അവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരാരും തന്നെ ഇത് ഏറ്റെടുക്കാത്തത്. അപ്പോൾ ഈ മന്ത്രിസഭയിലും പുരോഗമന ചിന്താധികാരായ ഒരുപാട് പേരുണ്ട്. ഷിബു ബേബി ജോൺ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ 13 നമ്പർ എടുക്കാമായിരുന്നു, അന്ധവിശ്വാസിയല്ല എന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷേ എന്തോ കാരണവശാൽ ഷിബു പോലും ഈ കാറ് ചോദിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ബലമായ വിശ്വാസം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ CP ജോൺ 13 നമ്പർ കാറ് തിരഞ്ഞെടുക്കും. ആ കാറിൽ അദ്ദേഹം വരുന്ന 5 കൊല്ലം യാത്രയും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ഇതുപോലുള്ള നിമിത്തത്തിനും ഒക്കെ അതിഭയങ്കരമായ പ്രഹരമേൽപ്പിക്കും എന്ന് തന്നെയാണ്.